നിങ്ങൾ നമസ്കരിക്കുന്നുണ്ട്, മുസ്ലിം വിശ്വാസിയാണ്, നമസ്കരിക്കുന്നുണ്ട്, ഒളു എടുക്കുന്നുണ്ട് അല്ലേ? നമസ്കരിച്ചിട്ട് ഒളു എടുക്കുന്നത്, ഒളു എടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ശുദ്ധീകരിക്കുക എന്നുള്ള അല്ലേ? നിങ്ങൾ ശുദ്ധീകരിച്ചു ഒളു എടുത്ത് നമസ്കരിക്കുന്നുണ്ട്. ശുദ്ധി എന്താ? നിങ്ങൾ ഇതുവരെ ഒളു എടുത്ത് ശുദ്ധീകരിച്ചിട്ട് ശുദ്ധി ആയിട്ടില്ല എന്ന് എനിക്കറിയാം, പക്ഷെ നിങ്ങൾക്കറിയില്ല. പിന്നെ എങ്ങനെ പൂർണ്ണമായി ശുദ്ധിയാക്കാം എന്നതാണ് നിങ്ങൾ ഇപ്പം ചോദിക്കുന്നത് അല്ലേ? നിങ്ങൾ മുസ്ലിം ആയതുകൊണ്ട് നിങ്ങളോട് ഖുർആൻ തന്നെ എടുത്തിട്ട് പറയാം. അതിലെല്ലാം വിശ്വസിച്ചിരിക്കുന്നു. ഖുർആനിലെ സൂറത്ത് 15 ഹിജർ 28 മുതൽ 34 വരെയുള്ള വചനം പറയുന്നു, അള്ളാഹു ആദിമ മനുഷ്യനെ മണ്ണിൽ നിന്ന്, കളിമണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയും അല്ലേ, എന്നിട്ട് ആ മൺരൂപത്തിലേക്ക് അള്ളാഹു തൻ്റെ ആത്മാവ് ഊതുകയും ചെയ്താൽ ആദമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. ഖുർആൻ അല്ലേ? അങ്ങനെ പലവരും സുജൂദ് ചെയ്തു, ചിലവർ സുജൂദ് ചെയ്തില്ല. അപ്പോൾ സുജൂദ് ചെയ്യാത്തവരോട് ചോദിച്ചു, എന്താ നീ സുജൂദ് ചെയ്യാത്ത നിങ്ങൾ? അവൻ പറഞ്ഞു, നമ്മൾ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച മണ്ണായ ഈ സ്വരൂപത്തിൽ നമ്മൾ സുജൂദ് ചെയ്യില്ല, നമ്മൾ അള്ളാഹുവിന് മാത്രമേ സുജൂദ് ചെയ്യുള്ളൂ അല്ലേ? അറിയാലോ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ. അപ്പോൾ പിശാചി എന്ന് പറഞ്ഞ ആട്ടി ഓടിച്ച് ആ കൂട്ടത്തിൽപ്പെട്ടതാണ് നിങ്ങൾ എല്ലാവരും. അതെ. അപ്പോ പിശാചി എന്ന് പറഞ്ഞ ആട്ടി ഓടിച്ചില്ലേ? ഖുർആൻ പറഞ്ഞല്ലേ? സത്യം. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഷഹാദത്ത് കലിമ പറഞ്ഞു, ഫാത്തിഹ ഓതി, റുക്കും സുജൂദും ചെയ്ത്, പിന്നെ നോൽമ്പെടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണത്തിന് വെള്ളവും ഭക്ഷണവും കൊടുക്കാതെ അതിനെ പട്ടിണി കിട്ട് മെരുക്കി, അങ്ങനെ അള്ളാഹുവിനെ അനുസരിപ്പിക്കാൻ, കണ്ടെത്താൻ എന്താ ലൈലത്തുൽ ഖദർ വെളിവാക്കി. അള്ളാഹുവിൻ്റെ ആ പ്രകാശത്തെ, ജ്യോതിയെ, നൂറുള്ളാനെ കണ്ടെത്താൻ ആരെങ്കിലും ഉണ്ടോ? ഈ മറ്റേ നോമ്പ് പിടിച്ചിട്ട് 27 ഈ ഒറ്റ രാവുകളിൽ ഇത്തിക്കാഫ് ഇരുന്നിട്ട് ലൈലത്തുൽ ഖദർ വെളിവാക്കിയവരാരെങ്കിലും ഉണ്ടെങ്കിൽ വരി, എനിക്കൊന്ന് കാണണം. ഞാൻ നിങ്ങളോടല്ല, ഞാൻ ലോകത്തോടാണ്, ഇസ്ലാം ലോകത്തോടാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ലൈലത്തുൽ ഖദർ വെളിവാക്കി അള്ളാഹുവിനെ മുട്ടിയിട്ട് വേണം നിങ്ങൾ അള്ളാഹുവിനെ റുക്കും സുജൂദും ചെയ്യാൻ. ഈ പെടാപ്പാടിലാണ് നിങ്ങൾക്ക് കിട്ടുകയില്ല. നിങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടിയല്ലാതെ ദിവസം രാവിലെ 4 മണിക്ക് എണീക്കും, എന്നിട്ട് ഓക്കെ. എന്നിട്ടിപ്പം അതെ, യാതൊരു രക്ഷയില്ലാത്തതുകൊണ്ട് ഇപ്പൊ അള്ളാഹുവിനെ കാണാനായിട്ടാണ് നിങ്ങൾ വന്നത്. ഇപ്പൊ അള്ളാഹുവിന്റെ മുന്നിലായിരിക്കുന്ന അള്ളാഹുവാണ് നിങ്ങളെ അതിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ എല്ലാവരും ചെയ്താൽ എല്ലാവരും രക്ഷപ്പെട്ട്, ഇപ്പം നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങൾക്ക് ശുദ്ധിയും നമസ്കാരവും ഒക്കെ ഷഹാദത്ത് കലിമയെല്ലാം കാണിച്ചു തന്നുകൊണ്ടിരിക്കാം. അപ്പോൾ പിശാചി എന്ന് പറഞ്ഞാൽ ആട്ടി ഓടിച്ച്, എന്നിട്ട് നമസ്കാരം നോൽമ്പും, എന്നിട്ട് നോൽമ്പ് ഓടിച്ച് ഇത്തിക്കാഫ് ഇരുന്ന് ഒറ്റ രാവിലെ അള്ളാഹുവിൻ്റെ ആ നൂറിനെ, ലൈലത്തുൽ ഖദറിനെ വെളിവാക്കിയെടുത്ത്, എങ്ങനെ വെളിവാക്കിയെടുക്കുക? ലൈലത്തുൽ ഖദർ കൂരിരുളിൽപ്പെട്ടിരിക്കുന്ന കൂരിരുളിൽ അന്ധകാരത്തിൽപ്പെട്ടിരിക്കുന്ന നിങ്ങൾക്ക്, കാണാനോ അറിയാനോ കഴിയാത്ത നിങ്ങൾക്ക് ആ പ്രകാശം വെളിവായി വന്ന് അതിലൂടെ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളും കാണിച്ചും അറിയിച്ചും ബോധ്യമാക്കി തരാനാണ് ലൈലത്തുൽ ഖദർ വെളിവാക്കേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് ഞാൻ ലൈലത്തുൽ ഖദർ വെളിവാക്കി തന്നല്ലോ, ആകാശഭൂമികളുടെ പ്രകാശമായ അള്ളാഹുവിനെ കാണിച്ചു തന്നില്ലേ? അതാണ് ഖദർ, അതാണ് വെളിവാകട്ടെ. അപ്പോൾ വെളിവായി, നീ ബാക്കി പറയാം. ഇങ്ങനെ ആർക്കും തന്നെ വെളിവായി കിട്ടൂല. അള്ളാഹുവിനെ നേരിട്ട് കണ്ടല്ലാതെ നിങ്ങൾക്ക് ലൈലത്തുൽ ഖദർ വെളിവാക്കി തരാൻ അള്ളാഹു തന്നെ വേണം. അതുപോലെ ആ ഖദറിലൂടെ, പ്രകാശത്തിലൂടെ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രസരിച്ച് വികസിച്ച് വ്യാപിച്ച് അഷ്ഹദു അൻ ലാ ഇലാഹയും ആ ഖദറിലൂടെ ആ വിത്ത് മുളച്ച്
അശ്ഹദു അൻ ലാ ഇലാഹയായും ഇലാഹിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലെ ഗർഭമായ ഭൂമിയിലേക്ക് ആ കതിർ പ്രകാശം തന്നെ ബീജമായി വന്നുകൊണ്ട് ഇലാഹെന്ന് പറഞ്ഞ ഇല്ലല്ലയും അന്ന മുഹമ്മദ് റസൂലുള്ളാഹിയുമായി അദൃശ്യനായ അള്ളാഹു വെളിവായി വരുന്നത് കണ്ട് അറിഞ്ഞ് ബോധ്യമായി നിങ്ങൾ അള്ളാഹു ആണെന്ന് അറിഞ്ഞ് ഉറപ്പിക്കണം. ഷഹാദത്ത് കലിമ ഇതിലൂടെ അറിഞ്ഞ് ഉറപ്പിച്ച് നിങ്ങളാണ് അള്ളാഹു. അതാണ് ഇബ്രാഹിം ആ സൃഷ്ടികർമ്മങ്ങളും രാജാധിപത്യ രഹസ്യങ്ങളെല്ലാം അള്ളാഹു കാണിച്ചു അറിയിച്ചും കൊടുത്തു. ഇബ്രാഹിം അള്ളാഹു ആണെന്ന് മുതൽ. നിങ്ങൾ കൈബയിൽ പോയില്ലേ ഹജ്ജ് ചെയ്യാൻ? ഉംറ ചെയ്ത് കൈബയിൽ പോയില്ലേ? ഇബ്രാഹിം നബിനെ കണ്ടിനോ? ഇബ്രാഹിം നബിനെ കണ്ടെന്നാ ഞാൻ ചോദിച്ചേ, കണ്ടോന്ന്? കണ്ടിട്ടില്ല. നിങ്ങളല്ല, ഇവിടുത്തെ വലിയ ഷേഖന്മാരും വലിയ വലിയ ആളുകളും പോകുന്നുണ്ട്. ചിലപ്പം ആളുകൾക്ക് അകമ്പടി സേവിച്ചിട്ട് പോകുന്നവരുണ്ട്, എല്ലാ കൊല്ലം പോകുന്നവരുണ്ട്. ഞാൻ ചോദിച്ചു, നിങ്ങളെ പണം പോയി, നിങ്ങളെ സമയം പോയി. നിങ്ങൾ ഇബ്രാഹിം നബിനെ കാണാൻ കഴിയില്ല. കാരണം ഇബ്രാഹിം നബിനെ വിളി കേട്ടിട്ടല്ലേ നിങ്ങൾ പോകുന്നത്, അല്ലേ? അങ്ങനല്ലേ വിശ്വസിക്കുന്നത്? അവിടെ ചെന്നാൽ ഇപ്പം നിങ്ങൾ ബാബനെ കാണാനാണോ ഇവിടെ വന്നത്? ബാബനെ കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ ആ സമയം ഇതൊക്കെ വേസ്റ്റായില്ല, നഷ്ടപ്പെടും. എന്നെ പോലെയാണ് ഇപ്പോൾ എല്ലാവർക്കും നടക്കുന്നത്. അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ അള്ളാഹു കാണിച്ചു തരല്ല. നിങ്ങളിപ്പോൾ ഹജ്ജ് ചെയ്യാൻ തന്നെ ഇവിടെ വന്നത്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് പോവാം, ശുദ്ധിയിലേക്ക് പോവാം. അങ്ങനെ നിങ്ങൾ ഈ നിസ്കരിച്ചും നോമ്പ് പിടിച്ചും കഷ്ടപ്പെട്ട് ദാനധർമ്മങ്ങൾ ചെയ്തും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടുന്ന ഈ ആളുകൾ, ശരീരത്ത് ബുദ്ധിമുട്ടുന്ന ആളുകളെല്ലാം അത്തരത്തിൽപ്പെട്ടവരാണ്. അതേസമയത്ത് നമസ്കരിക്കാത്തവരെന്നല്ല, നമസ്കരിക്കാത്തവരും അള്ളാഹുവിനെ നിഷേധിക്കുന്നവരും ഒക്കെ ആ തരത്തിൽപ്പെട്ടതാണ്. പിന്നെ അങ്ങനെ സുജൂദ് ചെയ്തവർ, അല്ലേ? ആദ്യം മനുഷ്യന് സുജൂദ് ചെയ്തു, ആദ്യമേ സുജൂദ് ചെയ്തവർ എന്ത് കണ്ട് സുജൂദ് ചെയ്തു? അവർ ഈ മൺരൂപത്തെ സൃഷ്ടിച്ചുകൊണ്ട് ആ സൃഷ്ടാവ് തന്നെ മൺരൂപത്തിലേക്ക് ശ്വസനത്തിലൂടെ, ആ ആത്മാവായ അള്ളാഹു ശ്വസനത്തിലൂടെ ഈ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തുകൊണ്ട് ഈ സൃഷ്ടിച്ചു വെച്ച മൺരൂപത്തിലൂടെ അള്ളാഹുവിൻ്റെ വിശേഷ ഗുണങ്ങളായ ബഷീറും എല്ലാം കാണുന്നവനും, സമീയും എല്ലാം കേൾക്കുന്നവനും, അലീമും എല്ലാം കണ്ടും കേട്ടും അറിയുന്നവനും, ഹയ്യുൽ ഖയ്യൂം എല്ലാം പ്രവർത്തിക്കുന്നവനുമായ അള്ളാഹുവാണ് ഈ മൺരൂപത്തിലൂടെ ഡെഡായി കിടന്ന ആ പ്രതിമയിലൂടെ അള്ളാഹുവാണ് വെളിവായത് എന്ന് കണ്ട് അള്ളാഹുവിനെ കണ്ട് സുജൂദ് ചെയ്തവരാണ്. സുജൂദ് ചെയ്തു. ആ അള്ളാഹുവിനെ കാണാതെ മൺരൂപത്തെ കണ്ടവൻ സുജൂദ് ചെയ്തില്ല, അത് മണ്ണാണെന്ന് പറഞ്ഞത് അവനോടാ പോകാൻ പറഞ്ഞത്. നിങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടണം, ഇതിലെല്ലാത്തിലും പരമാത്മാവായ അള്ളാഹുവിനെ കണ്ട് അറിഞ്ഞ് അള്ളാഹുവിനെ കണ്ട് സുജൂദ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതുവരെയും നിങ്ങൾ അന്ധകാരത്തിലും മണ്ണായ രൂപത്തെ കണ്ട് സുജൂദ് ചെയ്യാത്ത അവരുടെ കൂട്ടത്തിലാണ്, ഈ പണ്ഡിത സമൂഹത്തിൻ്റെ കൂട്ടത്തിലാണ് നിങ്ങളും പെട്ടിരിക്കുന്നത്, അവർ പറഞ്ഞു കേട്ടിട്ട്. അപ്പോൾ ഇപ്പോൾ അള്ളാഹുവിനെ കണ്ടില്ല നമ്മൾ, ഇതിലൂടെ എല്ലാം പ്രവേശിച്ച് നിലനിന്ന് പ്രവർത്തിക്കുന്ന ഈ ബഷീർ, ഇവരെല്ലാവരും തന്നെ ബഷീറും ഈ ഓരോ സ്വരൂപത്തിലൂടെയും ഇലാഹിൻ്റെ പുനർജനിച്ചുള്ള ഇലാഹിൻ്റെ അള്ളാഹുവിൻ്റെ സ്വരൂപമാണിതെല്ലാം. ഇതിലൂടെ ഈ സ്വരൂപത്തിലൂടെ അള്ളാഹു തന്നെയാണ് സ്വതന്ത്രത്തിലൂടെ പ്രവേശിച്ച് ബഷീറും സമീയും അലിയും ഹയ്യുൽ ഖയ്യൂമായിരിക്കുന്ന അള്ളാഹുവാണ് നമ്മളെല്ലാവരും. ഈ ഇല്ല, കാണുന്ന അള്ളാഹുവിനെ കണ്ട് സുജൂദ്. അതാണ് ഹദീസിൽ പറയുന്നുണ്ട്, ഇഹ്സാൻ എന്ന നമസ്കാരം. ഇഹ്സാൻ അള്ളാഹുവിനെ കണ്ട് നമസ്കരിക്കാൻ. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ കാണുന്നതല്ലേ നമസ്കരിച്ചത്? അത് ഊഹത്തിലാണ്, സങ്കല്പിച്ചാണ്.